Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Black Sheep by Italo Calvino, FIUGP, Semester 4, SCC Humanities and Other BA programs under Calicut University. Summary of The Black Sheep by Italo Calvino. Black Sheep, കറുത്ത ആട്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. Italo Calvino's short story, The Black Sheep, is a satirical fable that explores how a society built on corruption reacts to virtue. അപ്പോൾ ഇറ്റാലോ കാൽവിനോ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു ചെറുകഥയാണ് ദ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്. ഒരു സാറ്ററിക്കൽ ഫാബിളാണ്, അതായത് ഒരു പരിഹാസ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണിത്. ഇതിൽ ഒരു സമൂഹം, അവിടെ അഴിമതി നിറഞ്ഞൊരു സമൂഹത്തിൽ ആ ഒരു സമൂഹം എങ്ങനെയാണ് നന്മയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നന്മയെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് നന്മയെ അംഗീകരിക്കുന്നത് എന്നുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. അതായത് ഒരു വില്ലേജ് മുഴുവൻ ഒരു കള്ളന്മാരുടെ ഒരു വില്ലേജാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സത്യസന്ധനായിട്ടുള്ള മനുഷ്യൻ കടന്നു വരുന്നു. അപ്പോൾ ഈ ഒരു അഴിമതി നിറഞ്ഞ തിന്മ നിറഞ്ഞ ഈ ഒരു സമൂഹത്തിൽ സത്യസന്ധതയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ സമൂഹം? ഇങ്ങനെയുള്ള ഈ ഒരു സമൂഹത്തിൽ സത്യസന്ധത മൂലം ഈ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ്, പട്ടിണി കിടന്ന് മരണപ്പെടുന്ന ഒരു കഥയാണിത്. ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ ഫിക്ഷണൽ വില്ലേജ് വെർ എവറി സിറ്റിസൺ ഈസ് എ തീഫ്. ഒരു ഫിക്ഷണൽ വില്ലേജിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാ മനുഷ്യരും കള്ളന്മാരായിട്ടുള്ള ഒരു സമൂഹമാണുള്ളത്. ഈച്ച് നൈറ്റ് എവരി വൺ ലീവ്സ് ദെയർ ഹൗസ് ടു റോബ് എ നെയ്ബർ ആൻഡ് ഈച്ച് ഡോൺ ദേ റിട്ടേൺ ടു ഫൈൻഡ് ദെയർ ഓൺ ഹോം റോബ്ഡ്. ഓരോ രാത്രിയും അവിടെയുള്ള ഓരോ മനുഷ്യനും തൻ്റെ അടുത്ത വീട് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കയറും. അവർ രാത്രിയാണ് പോകുന്നത്. തിരിച്ച് രാവിലെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ സ്വന്തം വീടും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും. ബിക്കോസ് എവരി വൺ സ്റ്റീൽസ് ഈക്വലി, നോ വൺ ഈസ് റിച്ച് ഓർ പുവർ ആൻഡ് ദ കമ്മ്യൂണിറ്റി ലിവ്സ് ഇൻ എ സ്ട്രേഞ്ച് ക്രിമിനൽ ബാലൻസ്. അവിടെ ആ ഒരു സമൂഹത്തിൽ എല്ലാവരും ഈക്വലായിട്ട് തുല്യമായിട്ടാണ് മോഷ്ടിക്കുന്നത്. ഇന്ന് ഞാനൊരു വീട്ടിൽ മോഷ്ടിക്കാൻ പോയാൽ ആ ഒരു രാത്രി തന്നെ എൻ്റെ വീട് മോഷ്ടിക്കപ്പെടും. അങ്ങനെ എല്ലാവരും ഈക്വലായിട്ടാണ് അവരെ ജീവിക്കുന്നത്. വളരെ സമാധാനപൂർവ്വം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. അവിടെ ഒരു ക്ലാസ് സ്ട്രക്ചർ ഇല്ല, പുവർ എന്നോ റിച്ച് എന്നോ എന്നുള്ള ക്ലാസ് സ്ട്രക്ചർ ഇല്ല. എല്ലാവരും തുല്യരാണ്. ഒരു ക്രിമിനൽ ബാലൻസ്, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ക്രിമിനൽ ബാലൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒരു സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദ കോൺഫ്ലിക്റ്റ് ബിഗിൻസ് വിത്ത് ദ അറൈവൽ ഓഫ് ദ ബ്ലാക്ക് ഷീപ്പ് ആൻഡ് ഓണസ്റ്റ് മാൻ. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം വരുന്നത്, ഒരു സംഘർഷം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരുപാട് വെളുത്ത ആടുകൾക്കിടയിൽ ഒരു കറുത്ത ആട് വന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. ഒരു സത്യസന്ധനായിട്ടുള്ള മനുഷ്യൻ്റെ കടന്നുവരവോട് കൂടി ഈ ഒരു സ്ഥിരത നഷ്ടപ്പെടുകയാണ്, ഈ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ്. അൺലൈക്ക് ദ അതേഴ്സ് ഹി റെഫ്യൂസസ് ടു സ്റ്റീൽ. അപ്പോൾ ഈ സത്യസന്ധനായ മനുഷ്യൻ മറ്റുള്ളവരെ പോലെയല്ല. ആ ഒരു വില്ലേജിൽ എല്ലാവരും കള്ളന്മാരാണ്. അപ്പോൾ ഈ മോഷണം നിഷേധിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഇയാൾ, സത്യസന്ധനാണ്. ദി സ്മോൾ ആക്ട് ഓഫ് ഓണസ്റ്റി ഡിസ്റ്റർബ് ദ എൻറ്റയർ സോഷ്യൽ ഓർഡർ. അപ്പോൾ ഈ ഒരു പ്രവൃത്തി, ഈ ഒരു സത്യസന്ധത മൂലം ആ ഒരു സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സിൻസ് ഹി ഡസ് നോട്ട് റോബ് എനി വൺ, സം പീപ്പിൾ എൻഡ്സ് അപ്പ് വിത്ത് മോർ വെൽത്ത് ദാൻ അതേഴ്സ്. അയാൾ മറ്റുള്ളവരുടെ വീടുകൾ മോഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ആളുകളുടെ, അയാൾ ആരെയാണോ മോഷ്ടിക്കുന്നത് ആ വീടുകളിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അവരുടെ വെൽത്ത് അതുപോലെ ഇരിക്കുന്നുണ്ട്. കൺവേഴ്സ്ലി, ബിക്കോസ് ഹി സ്റ്റേസ് ഹോം, ദ പേഴ്സൺ അസൈൻഡ് ടു റോബ് ഹിം ഫൈൻഡ്സ് ഇറ്റ് ഇമ്പോസിബിൾ ടു ഡു സോ. അതുപോലെ തന്നെയാണ് അയാൾ ഫുൾ ടൈം വീട്ടിലിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രികളിൽ. അതുകൊണ്ട് തന്നെ അയാളുടെ വീട്ടിലേക്ക് ആരാണോ മോഷ്ടിക്കപ്പെടേണ്ടത് അയാൾക്ക് വന്ന് മോഷ്ടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അയാൾ പട്ടിണിയാവുകയാണ് ചെയ്യുന്നത്, അയാളുടെ കുടുംബം. ടു ഫിക്സ് ദിസ്, ഓണസ്റ്റ് മാൻ സ്റ്റാർട്ട്സ് സ്പെൻഡിങ് ഹിസ് നൈറ്റ്സ് ഓൺ എ ബ്രിഡ്ജ് ടു അലോ അതേഴ്സ് ടു റോബ് ഹിം. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സത്യസന്ധനായ മനുഷ്യൻ തൻ്റെ വീട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ പാലത്തിൻ്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കും എന്നാണ് പറയുന്നത്. ഹവെവർ, ബിക്കോസ് ഹി സ്റ്റിൽ റെഫ്യൂസസ് സ്റ്റീൽ ബാക്ക്, ഹി ക്വിക്ക്ലി ബിക്കംസ് പെൻലെസ്. അപ്പോൾ അയാളുടെ വീട്ടിൽ മറ്റുള്ളവർ വന്ന് മോഷ്ടിച്ചോട്ടെ എന്നുള്ള
സഹായമനസ്ക കൊണ്ട് അയാൾ പാലത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കും. അങ്ങനെ അയാളുടെ വീട്ട് മോഷ്ടിച്ച് പോകും. പക്ഷേ ഇയാൾ തിരിച്ചു മോഷ്ടിക്കാത്തത് കൊണ്ട് തന്നെ ഇയാൾ ദരിദ്രനായിട്ട് മാറുകയാണ്. ദി ഷിഫ്റ്റ് ലീഡ്സ് ടു ദ ബർത്ത് ഓഫ് സോഷ്യൽ ക്ലാസ്സസ്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇയാളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ ആൾക്കൊന്നും കിട്ടുന്നില്ല, അയാളും പട്ടിണിയാവുന്നുണ്ട്. ഇയാൾ വേറെ എവിടേക്കും മോഷ്ടിക്കാനും പോകുന്നില്ല, ഇയാളും ദരിദ്രനായിട്ട് മാറുകയാണ്. അവിടെ എന്തുണ്ടാവുകയാണ്? ബർത്ത് ഓഫ് സോഷ്യൽ ക്ലാസ്സസ്. പാവപ്പെട്ടവനെന്നും അതുപോലെ ധനികനെന്നും ഉള്ള ഒരു സോഷ്യൽ ക്ലാസ്, സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു ബർത്ത് സംഭവിക്കുകയാണ്. Those who were not robbed by the honest man become the rich, while those who found nothing in his house became the poor. അപ്പോൾ ഈ സത്യസന്ധനായ മനുഷ്യൻ മോഷ്ടിക്കപ്പെടേണ്ട ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ മോഷ്ടിക്കുന്നില്ലല്ലോ ഇയാൾ, അതുമൂലം ആ വീട്ടുകാർ വെൽത്ത് നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ റിച്ചായിട്ട് മാറുകയാണ്. ഇയാളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാതെ അവർ പെന്നിലെസ് ആയിട്ട് ദരിദ്രരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. To maintain this new inequality, the rich eventually stopped stealing parsley and hired the poor to do it for them. അങ്ങനെ ഈ ഒരു ഇനിക്വാലിറ്റി, ഈ ഒരു അസമത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിച്ച് എന്ത് ചെയ്തു? മോഷണം നിർത്തിവെച്ചു. എന്നിട്ട് അതായത് അവർ റിച്ചായിട്ടുണ്ട്, പാവപ്പെട്ട ആളുകൾ അവർ ജോലിക്ക് വേണ്ടി എടുത്തു. അതായത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മോഷണം നടത്തുക, നിങ്ങൾക്ക് അതിനൊരു സാലറി തരിക എന്നുള്ള രീതിയിൽ. അവിടെയാണ് പുവർ റിച്ച് എന്നുള്ള ഒരു സ്ട്രക്ചർ വരുന്നത്. ദ ക്രിയേറ്റഡ് പോലീസ് ഫോഴ്സസ് ആൻഡ് പ്രിസൺസ് നോട്ട് ടു എൻഡ് തെഫ്റ്റ് ബട്ട് ടു പ്രൊട്ടക്ട് ദെയർ ന്യൂലി അക്വേർഡ് പ്രോപ്പർട്ടി. അങ്ങനെ അവർ തന്നെ, ഈ റിച്ചായിട്ടുള്ള ആളുകൾ അവരുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ മോഷ്ടിച്ച് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഫോഴ്സിനെയും അതുപോലെ ജയിലും ഒക്കെ അവർ തന്നെ നിയമിച്ചു, അവർ തന്നെ ഉണ്ടാക്കി. അത് കളവ് മോഷണം നിർത്താൻ വേണ്ടിയിട്ടല്ല, അവരുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇൻ ദ എൻഡ് ദ ഓണസ്റ്റ് മാൻ ഡൈസ് ഓഫ് ഹങ്കർ. അങ്ങനെ അവസാനം ഈ സത്യസന്ധനായ മനുഷ്യൻ പട്ടിണി കിടന്ന് മരണപ്പെടുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു അഴിമതി നിറഞ്ഞിട്ടുള്ള ഒരു സമൂഹം, അവിടെ സത്യസന്ധത എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? അതായത് വിർച്യു എന്ന് പറയുന്നത് അവിടെ അതിനൊരു വാല്യൂ നൽകുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ മരിക്കുകയാണ്. Calvin uses this dark conclusion to show that in a system where corruption is the norm, genuine virtue is seen as threat rather than a blessing. അപ്പോൾ ഇറ്റാലോ കാൽവിനോ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ കൺക്ലൂഡ് ചെയ്യുന്നത്, അതായത് കറപ്ഷനുള്ള ഒരു സമൂഹം, ഒരു സിസ്റ്റം, അഴിമതിയുള്ള ഒരു നിയമത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ ജെനുവിനായിട്ടുള്ള വിർച്യു, നന്മക്ക് പ്രാധാന്യമില്ല. അതൊരു ഭീഷണിയാണ് നന്മ എന്ന് പറയുന്നത്. അങ്ങനെ നന്മയുള്ള ആൾക്കാർ സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു അനുഗ്രഹമല്ല എന്നുള്ള രീതിയിലാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. The story suggests that modern society with its complex laws and class structures is often just a more organized version of a village of thieves, where honesty can lead to one's own destruction. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മൾക്ക് സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഈ ആധുനിക സമൂഹം എന്ന് പറയുന്നത് അതിലൊരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ലോസും ക്ലാസ് സ്ട്രക്ചേഴ്സും ഒക്കെയാണ്. ഏതുപോലെ ഈ ഒരു വില്ലേജ് മുഴുവൻ കള്ളന്മാരായിട്ടുള്ള ഒരു അവസ്ഥ. ഇതുപോലെ അവിടെ ഓണസ്റ്റി, അവിടെ സത്യസന്ധത എന്ന് പറയുന്നത് ഒരാളുടെ നാശത്തിലേക്ക് തന്നെ നയിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു